കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കിയ ഇവിടുത്തെ ആശുപത്രികൾ, നമ്മുടെ പൊതുമേഖല, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ആരോഗ്യ മേഖല, സമയക്കുറവുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് വികസന നേട്ടം, ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല. നമ്മൾ 550 പാലത്തിന്റെ പേര് പറഞ്ഞാൽ, നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, സ്കൂളുകളുടെ ഹൈടെക്, ഇതൊക്കെ പറയാൻ നിന്നാൽ നേരം വെളുക്കും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ച് ഇങ്ങോട്ട് വന്ന ഒരാൾക്കും നിരാശപ്പെടേണ്ടി വരില്ല. ഈ കൊടി ഈ നാടിന്റെ ജനതയെ വഞ്ചിക്കില്ല. ഈ കൊടിക്കൊരു ചരിത്രമുണ്ട്. ഈ കൊടി ഇങ്ങനെ ചുവന്നു പോയത്, ചെമ്പതാക ചുവന്നത് ചുവപ്പ് കളർ അടിച്ചു തേച്ചു വച്ചിട്ടല്ല. പണ്ടൊരു കാലമുണ്ട്, ഈ നാടിനകത്തെ മനുഷ്യർക്ക് നിവർന്നു നിൽക്കാൻ ധൈര്യമില്ലാത്ത കാലം, തമ്പുരാക്കന്മാർക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് ഓച്ചാനിച്ചു നിന്ന കാലം. ആ കാലത്ത് ഈ നാടിനകത്തെ പാവപ്പെട്ടവന്റെ കയ്യിൽ പുന്നപ്രയിലെ വയലാറിലെ കാവുമ്പായിയുടെ കരിവള്ളൂരിന്റെ രക്തസാക്ഷികൾ അവരുടെ കണ്ണിലെ ചോര കൊണ്ട്, നെഞ്ചിലെ കിനാബ് കൊണ്ട് ചുവപ്പിച്ച ഈ ചെമ്പതാക AKGയും EMSഉം കൃഷ്ണപിള്ളയും ഏറനാടിന്റെ വീരപുത്രൻ സഖാവ് കുഞ്ഞാലിയും കൈകളിൽ നൽകിയപ്പോ വളഞ്ഞ നട്ടലുള്ള മനുഷ്യർ ആ പതാകകൾ ഇങ്ങനെ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ നിവർന്നു നിൽക്കാൻ പഠിച്ചത്. ഇന്ത്യയിലെ മനുഷ്യനെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച പതാകയാണ് ഈ ചെമ്പതാക. ഇതിപ്പോൾ മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നത്. ഇത് 2021 മലബാർ കലാപത്തിന്റെ, മലബാർ സമരത്തിന്റെ, കർഷക സമരത്തിന്റെ 100ാം വാർഷികം. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഒരു ചരിത്ര സംഭവം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാവാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദേശാഭിമാനിയുടെ വരിക്കാരാവണം. ദേശാഭിമാനിക്ക് ഒരു ചരിത്രമുണ്ട്. എന്താണ് ആ ചരിത്രം? 1944 നമ്മുടെ പുളിക്കലിൽ നിന്നും മഞ്ചേരി മലപ്പുറത്തേക്ക് പോകുമ്പോ നമ്മൾ കാണുന്ന വള്ളുവമ്പ്രം, നിങ്ങളിൽ പലരും വള്ളുവമ്പ്രത്ത് പോയിട്ടുണ്ടാവും. ആ വള്ളുവമ്പ്രത്ത് ഒരു പ്രതിമയുണ്ടായിരുന്നു. 1967 വരെ. 1921 വാരിയൻ കുന്നൻ ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവിയുടെ പേരാണ് ഹിച്ചുകോക്ക്. ആ ഹിച്ചുകോക്ക് സാഹിബിന്റെ സ്മാരകമായിരുന്നു വള്ളുവമ്പ്രത്ത്. ആ സ്മാരകം പൊളിച്ചു മാറ്റാൻ വേണ്ടി സഖാവ് AKGയുടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും നേതൃത്വത്തിൽ മലപ്പുറത്തേക്ക്, വള്ളുവമ്പ്രത്തേക്ക്, നമ്മുടെ ഈ പുളിക്കലിൽ നിന്നും ഒരു ജാഥ പോയി. 44 ലീഗിന് ചരിത്രം അറിയില്ല, നമ്മൾ ചരിത്രം പറയണം. 1944 ആ മാർച്ച് പോകുമ്പോ ആ മാർച്ചിലൊരു പടപ്പാട്ടുണ്ടായിരുന്നു. കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന ഒരു കർഷക നേതാവ്, പിന്നീട് അധ്യാപകനായ കമ്പളത്ത് ഗോവിന്ദൻ നായർ, അദ്ദേഹം എഴുതിയ പടപ്പാട്ട്. ആ പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞൂടാ. ആ പാട്ടിന്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാ: അന്നിരൂപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തില് ഒന്നു ചേർന്ന് വെള്ളയോട് ധൃത്ത് നട്ല മട്ടില് എന്ന് തുടങ്ങുന്ന വിപ്ലവഗാനം, പടപ്പാട്ട്. ആ പടപ്പാട്ട് പ്രസിദ്ധീകരിച്ചു 1944. അന്നത്തെ ദേശാഭിമാനി വാരികയിൽ, അന്ന് ദേശാഭിമാനി വാരികയാണ്, പത്രമായിട്ടില്ല. ആ ദേശാഭിമാനി വാരിക, പ്രിയപ്പെട്ട ലീഗുകാരാ, RSSനെ ഞങ്ങൾ ഇന്ന് എതിർക്കുന്ന പോലെ ഞങ്ങൾ അന്ന് ബ്രിട്ടീഷുകാരനെ എതിർത്തിട്ടുണ്ട്. അന്നത്തെ ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ, അന്നത്തെ ബ്രിട്ടീഷ് പടയാളികൾക്ക് മുന്നിൽ അന്ന് ബ്രിട്ടീഷുകാരനെതിരായ പാട്ട്, പടപ്പാട്ട് പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനിയിലാണ്. ഈ ചെമ്പതാകയുടെ പ്രസ്ഥാനം 21 വാരിയൻ കുന്നനോട് ഐക്യപ്പെട്ടത് ഇടതുപക്ഷമാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, 1967 അന്നത്തെ EMS സർക്കാരിന്റെ കാലത്താണ് ഹിച്ചുകോക്കിന്റെ സായിപ്പിന്റെ സ്മാരകം ഈ മലപ്പുറത്തെ വള്ളുവമ്പ്രത്തിന്റെ മണ്ണിൽ നിന്ന് പൊളിച്ചു മാറ്റിയത് ഇടതുപക്ഷമാണ്. നോക്കൂ നിങ്ങൾ, കൊണ്ടോട്ടിയിലെ പഴയങ്ങാടി പള്ളി, കൊണ്ടോട്ടിയിലെ പാർട്ടി ഓഫീസിന്റെ സമീപത്ത് നിങ്ങളൊരു പള്ളി കാണും, പഴയങ്ങാടി പള്ളി. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തെ തിരസ്കരിച്ചവരല്ല. മലബാറിലെ മുസ്ലിങ്ങൾ, സഖാവ് AKG ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരൻ പിടിയിൽപ്പെടാതിരിക്കാൻ ബ്രിട്ടീഷുകാരനിൽ നിന്ന് ഈ നാട് സംരക്ഷിച്ചു സഖാവ് AKGയെ. കൊണ്ടോട്ടിയിലെ പഴയങ്ങാടി പള്ളിയുടെ മുകളിൽ കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് AKGയെ ഒളിവിൽ താമസിച്ച് ബ്രിട്ടീഷുകാരനിൽ നിന്ന് സംരക്ഷിച്ചത് ഈ മലബാറാണ്, ഈ മലപ്പുറമാണ്. ഈ
മലപ്പുറത്തിന്റെ മണ്ണിന് ഇടതുപക്ഷത്തെ തിരസ്കരിച്ച ചരിത്രമല്ല, ഇടതുപക്ഷത്തെ സ്വീകരിച്ച ചരിത്രമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ഈ നാടിന്റെ കൂടെ നിന്നു, ഈ നാട് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിന്റെ പതാകയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട്, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരോട്, ഞങ്ങളുടെ പതാക പിടിച്ചാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഔഫിനെ കൊന്നു തള്ളിയ പോലെ ഞങ്ങളിൽ എല്ലാവരെയും ആക്രമിക്കാൻ വരുന്നവരോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. ഭയപ്പെടുത്തിയാൽ ഇല്ലാതാവുന്നവന്റെ പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. കൊന്നു തള്ളുമെന്ന് പറഞ്ഞാൽ കൊടി പിടിക്കാതെ മാറിപ്പോവാൻ, തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ സ്വന്തം അമ്മയോട് പോലും പറയാതെ നാട് വിട്ടു പോകുന്ന അഖിലേന്ത്യാ പ്രസിഡന്റ് ഉള്ളത് കോൺഗ്രസിനാണ്. തോറ്റാലും ജയിച്ചാലും പിടിച്ച കൊടി, വിളിച്ച മുദ്രാവാക്യം വിളിക്കാൻ നട്ടല്ലുള്ളവന്റെ, തന്റെ ഇടമുള്ളവന്റെ കൊടിയ CPM-ന്റെ പതാക. ഈ പതാക പിടിച്ച് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാതെ നിങ്ങളെ കൂടെ നിൽക്കാൻ ഈ മണ്ണിൽ CPM ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CPM-ന്റെ പതാകയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഉജ്ജ്വലമായ ഒരു വിപ്ലവഗാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പതാക, ഈ മണ്ണിനകത്തെ ഈ ചെമ്പതാക ഇതിങ്ങനെ പാറിക്കടക്കുമ്പോ ഇതിനെ തകർക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന RSS, BJP, കോൺഗ്രസ്, ലീഗ്, ജമാഅത്തുകാരോട് ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ മർത്യധീരത തൻ പതാക താഴും വരെ ഇല്ലില്ല, എല്ലാ വെളിച്ചവും കെട്ടുപോവില്ല. ഈ മണ്ണിന്റെ വെളിച്ചമാകാൻ, മതേതരത്വത്തിന്റെ കാവലാവാൻ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും ഒരമ്മ പറ്റ് മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി, ഈ നാടിന്റെ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിപയും ഓക്കിയും പ്രളയവും ഇനി വന്നാലും നിങ്ങളെ ചേർത്തുപിടിക്കാൻ കേരളത്തിൽ ഇടതുപക്ഷം തുടരേണ്ടതുണ്ട്. വരാനിരിക്കുന്നത്, ഇപ്പോൾ അവസാനിക്കാനിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരാണ്. കേരളത്തിൽ ചരിത്രം കുറിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരാണ്. രണ്ടാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷത്തിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണമെന്ന്, ഇനിയും ശക്തമായി മുന്നോട്ടു പോകണമെന്ന് ഈ തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടത് ചെറിയ വോട്ടുകൾക്കാണെങ്കിൽ ഇത്തവണ ഈ തിരൂരങ്ങാടിയെ ചുവപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും നാട്ടുകാരെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ലാൽ സലാം. അഭിവാദ്യങ്ങൾ.